ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് സുഖമായിട്ട് പോകാൻ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ വൈകുന്നേരം ഇപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നമ്മുടെ ആദംകൂട്ടനെ ചെറുതായിട്ടൊരു ചെറിയ ചൂട് പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇന്നലെ കളിക്കണതിൻ്റെ ഇടയിലൊന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണപ്പോൾ ആൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ, ഞാൻ അറിഞ്ഞേ ഇല്ല അവൻ വീണത്. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു കാലിങ്ങനെ വലിച്ച് നടക്കായിരുന്നു. വലിച്ച് നടക്കാന്ന് പറഞ്ഞാൽ അപ്പാപ്പൻ ഇടയ്ക്ക് ചോദിക്കും, മോനെ കാല് വേണ്ടെടുക്കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി വലിച്ച് നടക്കുള്ളൂ. നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ടിരുന്ന ഈ പിള്ളേരുടെ അടുത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഓവർ കെയർ ചെയ്യില്ലേ, അപ്പോൾ അവർക്കത് അവനൊരു കളിയാവാണത്. അവൻ വിചാരിക്കുന്നത് അങ്ങനെ കാല് വേണ്ടെടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പുഴിഞ്ഞ് ഇങ്ങനെ കൊടുക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ പറയാണ് കാല് ഇങ്ങനെ ഇതാണ്, വേദനയാണ്, നടക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ ചെറിയ ചൂട് കണ്ടുകൊണ്ട് പാരസിറ്റാമോൾ എടുത്തു കൊടുത്തു. ഇനിയിപ്പോൾ വേദന ഉണ്ടെങ്കിൽ അതും പോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റപ്പോഴേക്കും ആളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് എന്നോട് നമ്മ പനി പോയി, കാലുവേദന പോയി, ഒക്കെ പോയി, ശരിയായി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വന്നത്. മുട്ടി കഴിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ മീനുണ്ടെന്ന് അവര് മീമി എവിടെ മീൻ? ഉള്ളിൽ മീനുണ്ടാ? മീനെ കൊല്ലാൻ വടി വേണ? ആർക്ക്? എന്തിന്? എന്തിട്ട് മീനത്? പിലോപ്പി. ഇത് കിളിമീൻ, അല്ല സോറി, ഇത് പിലോപ്പി, ഇത് മാന്തള്, ഇത് എന്നിട്ട് പിയാന, എന്തോ പേരപ്പച്ചും പറയുന്നുണ്ട്. പിയാന പുതിയ പേരെന്ന്. ഇത് മുഷി. പിന്നെ ഇതിന്റെ പേര് കട്ടല. അവിടെ എപ്പുറത്ത് കിടക്കണ അത് പൂമീനാണ്. ഇത് പൂമീൻ, പീമീനല്ല പൂമീൻ. അത് കട്ടലല്ല, അതെ അത് പിയാന. പിയാന എന്തിട്ട് നീ കാണിക്കണേ? ആർക്കാ ദൈവമേ, തേങ്ങ എടുത്ത് അവിടെ വെക്ക്. കാൽമ വീണിട്ടത് അങ്ങണ്ട. ആ മീനെ കൊല്ലാൻ തേങ്ങയിട്ട് മീനെ കൊല്ലാൻ നോക്കണവൻ കുറുമ്പൻ. നിനക്കെങ്ങടാ ആനങ്ങാണ്ട് കിട്ടാതാ? കുറുമ്പ് കാണിക്കരുത്. കുറുമ്പ് കാണിച്ചപ്പോ കൊണ്ടുപോകും ഞാൻ. അപ്പൊ നന്നാക്കട്ടെ. മീനെ പിടിക്കാനാ? ദൈവം, നിനക്ക് മീനെ പിടിക്കണാ? ഏത് മീൻ പിടിക്കണ്ടേ? മീന് ഏത് മീന്? ഏത് മീൻ? അയില, പൂമീൻ, ചാള? ഏത് മീനാ? അമ്മാമേ, കോഴി വന്നേക്കണ്. അതെ വിളിക്കണടുത്തല്ലേ. കോഴി ഒന്ന് ചാടി കോഴിക്കുട്ടീന്ന്. അല്ലാതാ എങ്ങടെ ചാടിയേ? ഇങ്ങോട്ട് നീങ്ങിക്ക്. പേടിയായി. നീ കോഴി ചാടി. കോഴി കിടക്കണ്. വിളിക്കണ്ടാത്തിന് കൊക്കു കൊക്കു. അതെ അബ്രു വിളിക്കണ. ബാബ കിടാവ് വിളിക്കണണ്ടാ? കൊക്കരക്കോ. നിങ്ങൾ എന്തിനു സൗണ്ട് ഉണ്ടാക്കണം? മിണ്ടാണ്ടിരിക്കാൻ പറയ്. പോയി മിണ്ടാണ്ടിരിക്കാൻ പറയ്. ആണോ? മറ്റേ വാതിൽ കൂടെ കയറ്റണാ? ആ കയറ്റാട്ടെ. നമുക്ക് അവിടെ നിക്കട്ടെ കുറച്ചേരം. ഇവിടെ നിന്ന് പറയ്. ഉറക്ക വിളിക്കേ. ഇപ്പൊ മീനെ കയറി ചവിട്ടണല്ലേ? എന്നിട്ട് ചെയ്യണ്ട മീനെ അടിക്കണാ? ചവിട്ടണാ? ആ, ഒരു നിവൃത്തിയില്ലല്ലോ ഇറങ്ങാൻ വേണ്ടിട്ട്. പാവം അബുരൂടെ നിക്ക. അബുരൂന് ചാടാൻ പറ്റുള്ളടാ. അബുരൂനെ മീൻ്റെ ഉള്ളിക്ക് കേറാൻ വേണ്ടിട്ട് അബുരു ചാടി നിക്കണ്. പക്ഷെ പറ്റണില്ല. ഞാൻ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചേക്കണ കാരണം. ആ തന്നെ മീനെ ചീത്ത പറയും. അടിയിട്ടെന്ന് പറയും മീന്. അടിന്ന് പറഞ്ഞേ. അടിന്ന് പറയും. ആ, അടച്ചു വയ്ക്കാനാ? ഉറുമ്പ് വരുമോ? ഉറുമ്പ് വരുമോ? ഇവിടുന്ന് താഴത്തുനിന്ന് ഉറുമ്പ് വരുമോ? ആ, അടച്ചു വെക്കട്ടെ നമുക്ക്. എന്താന്ന്? വായ മുറുക്കാനാ? ആരുടെ മീൻ്റെ? ആ, വായ മുറുക്കൂട്ടാ.
കമ്പിത്തിരിയാ പിയാന എന്നിട്ട് മീനാല അതാ അയ്യ പിയാനെ കൊന്നു അപ്പാപ്പ വെട്ടി മുറുക്കി പിയാനെ കാണാനില്ലോടാ അതാ പിയാന എവിടേക്ക് പോയേ മുറിക്കയാ അപ്പുറത്തുണ്ടാ റബ്ബർ മുത്തിനുണ്ടല്ലോ ഞാൻ മെഡിക്കലിന് പോയില്ലേ മെഡിക്കലിന് VFSന് പോയി പിന്നെ ഇവിടെ ആക്കിയിട്ടുള്ള പോയേ ഞാനിപ്പോ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീങ്ങി കഴിഞ്ഞപ്പോ ഭയങ്കര കരച്ചിലും ബഹളാ അപ്പൊ ചേട്ടൻ അവിടെ മീൻ നന്നാക്കാതിരിക്കും അപ്പൊ ഞാൻ അവന് പാല് കാച്ചിട്ടില്ല എന്റെ പാടെ തന്നെ പല്ല് തേച്ചിട്ടാണ് അവൻ അങ്ങോട്ട് പോയതൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ പാല് കാച്ചാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് അകത്തേക്ക് വന്നതാ ഒന്ന് താഴ്ത്തിരുത്താന്ന് വെച്ചിട്ട് അവൻ എന്ത് ചെയ്തായിരിക്കണേ കറിയണ് ഞാൻ പൂന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ഒന്ന് നീങ്ങിപ്പോയിക്ക് ഇവൻ കരച്ചിലും ബഹളം അങ്ങോട്ട് തുടങ്ങി ഇപ്പൊ എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യം മുൻപ് ഒരിടയ്ക്ക് ആദംകൂട്ടം എങ്ങനെയായിരുന്നു ഞങ്ങള് വന്നിടയ്ക്ക് ഇവനെ ഞങ്ങള് അന്ന് വന്നന്ന് ഞാൻ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു എക്സാം ഉണ്ടായാലും കോളേജിൽ ഇറങ്ങി അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ വന്നു തുടങ്ങി പിന്നെ ഇവൻ എന്റെ മേത്തുനിന്ന് മാറുന്നുണ്ടായില്ല അതുപോലെ തന്നെ അബ്രു ഞാൻ നീങ്ങി കഴിഞ്ഞപ്പോ കറച്ചിലും ബഹളം മീൻ നന്നാക്കൽ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇനിയുണ്ട് അപ്പൊ മുഷീന അമ്മച്ചിക്കൊന്ന് മറ്റേത് ഉരയ്ക്കാനുണ്ടായിരുന്നു വളുവെളുപ്പുണ്ടല്ലോ അപ്പൊ അത് ഉരച്ചൊക്കെ കളഞ്ഞ് ഇനിയിപ്പോ അതിനെ കട്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മീൻ നമ്മളിതിട്ട് തിന്നാ വറുത്ത് തിന്നില്ല അബ്രു വറക്കണ്ടേ മീൻ വെക്കണ്ടേ വെക്കണ മീൻ വാങ്ങിച്ചു കൊണ്ടു കഴിഞ്ഞാലേ എല്ലാ മീനും അപ്പച്ചൻ തന്നെ വെട്ടി മുറുക്കൂട്ടാ അതായത് വലിയ മീനുകളുള്ള അത് മിക്കതും അപ്പച്ചൻ തന്നെ വെട്ടി മുറുക്കാറ് പിന്നെ കുഞ്ഞു മീനുകൾ നമ്മളെടുത്ത് ഫ്രീസറിൽ വെക്കും അത് പയ്യെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് വറുത്താൽ മതിയല്ലോ കിളിമീൻ അങ്ങനെയൊക്കെ നമുക്ക് പയ്യെ വറുത്താൽ മതി അപ്പൊ ബാക്കി മീൻ അപ്പച്ചനോടെ വെട്ടി മുറുക്കണുണ്ട് ആദത്തിനുള്ള പാല് ഞാനിവിടെ കാച്ചി വെച്ചിട്ടുണ്ട് പക്ഷെ അവനെ ഞാൻ വിളിച്ചിട്ടില്ല അവൻ ഭയങ്കരമായ മീൻ മുറുക്കല്ലാണ് അവിടെ ആദാ വായോ പാല് കുടിച്ചിട്ട് പോവാ വാ എന്തിട്ട് ചെയ്യണ അതുകൂട്ട നീ കേറ് കൂടി പോയിട്ട് ചെപ്പൂരിനില്ലേ ഇവിടെ നിക്കണുള്ളൂ എന്നാ ഇവിടെ നിക്കാമ്മ പാലും കൂടി എടുത്തിട്ട് വരാം പോണ്ട അങ്ങോട്ട് നീ പോണ്ടാ അപ്പൊ ഇവിടെ നിക്ക് ചെരുപ്പൂരിന്റെ ഇതാരീ ചവിട്ടി പിടിച്ചിട്ട് ചവിട്ടീന്ന് അടിച്ച വാരി എടുത്ത് എങ്ങനെ ആള് അപ്പൊ അവിടെ നിക്ക് നീ അവിടെ നിക്ക് ഞാൻ ഇത് എടുത്തിട്ട് വരട്ടെ വെയിറ്റ് കല്ലുമ്പോ നിന്ന് അവിടെ ഇരിക്കരുത് കേട്ടാ അമ്മ എടുത്തിട്ട് വരട്ടെ കേട്ടാ ഈ ചെക്കൻ തെറ്റി കാണിക്കും എന്തിട്ടേക്ക് നീ പറക്കണ അവിടെ ചെയ്യടാ ബ്രോ കുറുമ്പ കണ്ണ് തെറ്റിയ സാധനങ്ങൾ പറക്കാൻ പോയിക്കാ അടിച്ചു വാരി എടുത്തു വന്നാലും അവിടെ വെക്കാ ബ്രോ ചാനൽ എടുത്ത് കൊടുക്കട്ടെ പാല് നിക്ക് കൊച്ചിന് സമയമില്ല ഭയങ്കര ബിസിയാ കൊച്ച് താറാവേ നീന്തിക്കടിക്കും താറാവേ താറാവേ പറഞ്ഞേ കണ്ടാ നമ്മള് പറയുന്നതൊക്കെ പറഞ്ഞിട്ടിപ്പേ താറാവേ താറാവേ മോട്ടാപ്പി കുഞ്ഞു കുട്ടാപ്പി ചേട്ടനോ മീനെ നമ്മള് മസാല ഇട്ടിട്ട് വറക്കാൻ ഇട്ടിട്ടുണ്ട് ആദ്യത്തിന് ഏത് മീനെ വേണ്ടേ മീൻ വെന്തോന്ന് നോക്ക് ഗൈസിനോട് പറയും മീൻ വെട്ടീന്ന് ഏട്ടൻ ഉണ്ടെങ്കിൽ എന്റെ അനിയൻ കളിക്കുള്ളൂ ഇത്ര നേരം ആദംകൂട്ടൻ അപ്പാപ്പന്റെ അടുത്തായതുകൊണ്ട് തന്നെ എന്റെ മേത്തുനിന്ന് ഇവനെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഇവനെ കണ്ടതെന്തേ നോക്കിയേ കളിക്കണോക്കിയേ ഇത്ര നേരം അവനെ കളിക്കാൻ ഇറക്കാൻ പറഞ്ഞിട്ട് ഒരു പറ്റണ്ടായില്ല ചേട്ടൻ എടുത്തു ഉണ്ണീനെ ചേട്ട ഉണ്ണീനെ എടുത്തു കരഞ്ഞപ്പേ ചേട്ടനെ കാണാണ്ട് കറിയായിരുന്നു എവിടേക്ക് പോണ രണ്ടെണ്ണം കൂടി പന്ത് പോയാ മീൻ വറക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളും സെറ്റായി കഴിഞ്ഞപ്പോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോണുള്ളൂ കേട്ടോ ഇന്ന് നമുക്ക് മത്തങ്ങയും പയറും എലിശ്ശേരി ഉണ്ട് പിന്നെ അതെ നമ്മുടെ മീൻ വറുത്തത് ഫുള്ള് നമ്മൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് മീൻ വറുത്തതിലുണ്ട് എല്ലാ മീനുകളിൽ നിന്നും ലേശം ഇത്രേശ് എടുത്ത് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നു അതേ മത്തങ്ങ എലിശ്ശേരി ഞാൻ ചോറ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മീൻ കൊണ്ടുവരുമ്പോ നമ്മളെല്ലാരും ഇവിടെ ആണെങ്കിലും ഞങ്ങള് ഗൾഫിലായിരിക്കുന്ന സമയത്താണെങ്കിലും മീൻ ഒരുപാട് വാങ്ങുമ്പോ എല്ലാ മീനിൽ നിന്ന് എടുത്ത് അപ്പൊ തന്നെ എടുത്ത് വറുത്ത് തിന്നും വേറെ ഒന്നല്ല അതിന്റെ ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ തിന്നുന്ന ടേസ്റ്റ് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോ മീൻ ഉണ്ടാവില്ല അപ്പൊ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിട്ട്
എന്നും ഇവിടെയും അവിടെയൊക്കെ വറുക്കാറുണ്ട്. അപ്പൊ വറുത്തതേ ഞാൻ ചോറിനാൻ പോവാണ്. മീൻ വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കൂട്ടി കൊടുക്കാൻ മിക്ക പിള്ളേർക്കും മീൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ ഇവർക്കും മീൻ വറുത്തതോ അല്ലെങ്കിൽ മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അപ്പച്ചൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മീൻ കഴിയുമ്പോൾ അത് എന്താ പറയാ റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മള് വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൂട്ടി ഇവന്മാര് അതുകൊണ്ട് കുറേ നേരം പിന്നാലെ നടന്ന് ചോറ് 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 എന്ന് പറഞ്ഞ് നടക്കേണ്ടി വന്നില്ല. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അബ്രുമുത്തിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കുറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയില്ല. ഒന്നാമത്തെ കാര്യം അവൻ എന്തെങ്കിലും ടോയ്സ് ഒക്കെ എടുത്ത് ആദത്തിന്റെ തലയമൊക്കിട്ട് അടിക്കുകയാണ്. ആദത്തിനാണെങ്കിൽ അപ്പേക്കും കരച്ചിലും ബഹളവും. പിന്നെ അബ്രുവിനെ എനിക്ക് ചീത്ത പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അബ്രുവിന് ചീത്ത പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ആദത്തിന്റെ മനസ്സിൽ അതൊരു സങ്കടം. അപ്പൊ അബ്രുവിന് ചീത്ത പറയും. അപ്പൊ അബ്രുവിന് ചീത്ത പറഞ്ഞാൽ മതി. നമ്മൾ അടിച്ചില്ലെങ്കിൽ കൂടി ഒന്ന് ചീത്ത പറഞ്ഞൊന്ന് മിരട്ടുമ്പോഴേക്കും അവൻ കരച്ചിലും ബഹളായി. ഇപ്പൊ രണ്ടുപേരും കൂടി കൂട്ടക്കരച്ചിലായി. അതാണ് ഇപ്പൊ വീട്ടിലൊരു സ്ഥിതിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും മോശമില്ലേ, കട്ടക്ക് കട്ടാന്ന് പറഞ്ഞ കാര്യമാണ്. ഒരു നിലയ്ക്ക് നമുക്ക് ഒതുക്കാൻ പറ്റില്ലേ. രണ്ടുപേരും നമ്മളൊരു നേക്കിൽ കൊണ്ടുപോയില്ലെങ്കിൽ ആകപ്പാടെ പണി പാളും. വീട്ടിലത്തെ കാര്യമാണെങ്കിൽ നല്ല രസമാണ്. അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞാൽ പല്ലുവേദന ഉണ്ടായിരുന്നു. എനിക്കായിരുന്നു പല്ലുവേദന മുൻപ്. ആ പല്ലുവേദന മാറിക്കഴിഞ്ഞ് അമ്മച്ചിക്ക് ആ പല്ലുവേദന ഇപ്പൊ വേറെ പല്ലുവേദന വന്നു. പല്ലുവേദന വന്നപ്പോൾ അത് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി. അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഷുഗർ ടെസ്റ്റ് ചെയ്തു. ഇന്ന് പല്ലെടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. മിണ്ടാനും പറ്റണില്ല, അനങ്ങാനും പറ്റില്ല. പല്ലെടുത്ത് കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടല്ലോ, തലയൊന്നും അനക്കാൻ പാടില്ല. പിന്നെ അമ്മച്ചിക്ക് ഷുഗർ ഉള്ള കാരണവും ഇങ്ങനെ എടുത്തേക്കണ കാരണവും നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. അത്ര വലിയ ഓവർ ഷുഗർ ഒന്നുമല്ല, എന്നാലും ചെറുതായിട്ട് ഷുഗർ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പല്ലിങ്ങനെ എടുത്തപ്പോ ഷുഗർ ഉള്ള കാരണം ഇങ്ങനെ ചെറുതായിട്ട് പഴുപ്പ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ ആളനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നു. ഇന്നിപ്പോ പല്ലൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്തിരിക്കാണ്. അപ്പച്ചനും അമ്മച്ചിയും ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു പറയുമ്പോ എനിക്കൊന്നും തോന്നാറില്ല കേട്ടോ. പക്ഷെ ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് കേട്ടാ. ശരിക്കും ഞങ്ങൾ ജനിച്ച് വളർന്ന് കളിച്ച് തല്ലു പിടിച്ച് അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന വീടാണത്. വളർത്തി കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പണിയൊന്നും ഫസ്റ്റ് ഒറ്റയടിക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രേശ് വെച്ചിട്ടാണ് അപ്പച്ചന്റെ കയ്യിലുള്ളത് കൊണ്ട്. എൻ്റെ അപ്പന് പിന്നെ ലോൺ എടുക്കുക, അങ്ങനെ ലോൺ എടുത്തപ്പോൾ നമ്മൾ വീട് പണിയുക അങ്ങനെ കാണിക്കണോണ്ട് താല്പര്യമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ കാശ് എടുത്തിട്ട് അപ്പ പണിയുക. അങ്ങനെയായിരുന്നു നമ്മുടെ വീട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ ആ വീട് പണിയിൽ കുറേയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അമ്മച്ചിയാണെങ്കിലും എന്നിട്ട് പറയാം ഇഷ്ടിക കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അമ്മച്ചിയുടെ സൗണ്ട് പോവുക, അങ്ങനെ കുറേ ഓർമ്മകളുള്ള വീടാണ്. ഞങ്ങളൊക്കെ എന്തോരം മണലരിച്ചിട്ടുണ്ടെന്നറിയോ. മുന്നൊക്കെ ഈ എംസാൻ്റെ ഒന്നുമില്ല, മണൽ നമ്മൾ അരിപ്പുകൊണ്ട് അരിക്കും. ഞാൻ ചേട്ടനും കൂടി ശനിയാഴ്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ടാണ് ശനിയാഴ്ച നമുക്ക് ലീവ് കിട്ടുമ്പോൾ ഫുള്ള് മണലൊക്കെ ഞങ്ങൾ അരിച്ചിടും. പെരവണിയുടെ ഓരോ ഇതുകൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കട്ടയും സിമെന്റും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്ക് മുൻപ് വഴി ഉണ്ടായില്ല. നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പിന്നെ വഴി വന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് ആ വീട്ടിലുള്ളത്. ആ വീട്ടിലേക്ക് ഇപ്പൊ അമ്മച്ചി അപ്പച്ചന് അങ്ങോട്ട് പോവും. വീട് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അങ്ങോട്ട് പോവും. അപ്പൊ നമുക്കും ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കളിച്ചു വളർന്ന വീട് ശരിക്കും ആ വീട് ഇല്ലാണ്ടാവാനോ പോണെന്നുള്ളതാ സത്യം. അപ്പച്ചനും അമ്മച്ചിയും ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു പറയുമ്പോ എനിക്കൊന്നും തോന്നാറില്ല കേട്ടോ. പക്ഷെ ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് കേട്ടാ. ശരിക്കും ഞങ്ങൾ ജനിച്ച് വളർന്ന് കളിച്ച് തല്ലു പിടിച്ച് അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന വീടാണത്. വളർത്തി കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പണിയൊന്നും ഫസ്റ്റ് ഒറ്റയടിക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രേശ് വെച്ചിട്ടാണ് അപ്പച്ചന്റെ കയ്യിലുള്ളത് കൊണ്ട്. എൻ്റെ അപ്പന് പിന്നെ ലോൺ എടുക്കുക, അങ്ങനെ ലോൺ എടുത്തപ്പോൾ നമ്മൾ വീട് പണിയുക അങ്ങനെ കാണിക്കണോണ്ട് താല്പര്യമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ കാശ് എടുത്തിട്ട് അപ്പ പണിയുക. അങ്ങനെയായിരുന്നു നമ്മുടെ വീട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ ആ വീട് പണിയിൽ കുറേയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അമ്മച്ചിയാണെങ്കിലും എന്നിട്ട് പറയാം ഇഷ്ടിക കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അമ്മച്ചിയുടെ സൗണ്ട് പോവുക, അങ്ങനെ കുറേ ഓർമ്മകളുള്ള വീടാണ്. ഞങ്ങളൊക്കെ എന്തോരം മണലരിച്ചിട്ടുണ്ടെന്നറിയോ. മുന്നൊക്കെ ഈ എംസാൻ്റെ ഒന്നുമില്ല, മണൽ നമ്മൾ അരിപ്പുകൊണ്ട് അരിക്കും. ഞാൻ ചേട്ടനും കൂടി ശനിയാഴ്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ടാണ് ശനിയാഴ്ച നമുക്ക് ലീവ് കിട്ടുമ്പോൾ ഫുള്ള് മണലൊക്കെ ഞങ്ങൾ അരിച്ചിടും. പെരവണിയുടെ ഓരോ ഇതുകൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കട്ടയും സിമെന്റും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്ക്
മുൻപ് വഴി ഉണ്ടായില്ല. നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പിന്നെ വഴി വന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് ആ വീട്ടിലുള്ളത്. ആ വീട്ടിലേക്ക് ഇനിയിപ്പോൾ അമ്മിച്ച അപ്പച്ചന് അങ്ങോട്ട് പോവും, വീട് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അങ്ങോട്ട് പോവും. അപ്പോൾ നമുക്കും ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കളിച്ചു വളർന്ന വീട് ശരിക്കും ആ വീട് ഇല്ലാണ്ടാവാനാ പോണെന്നുള്ളതാ സത്യം. എല്ലാം ശരിക്കും ഒരു ഓർമ്മയാവാനാ പോണേ, നമ്മുടെ വീടും നമ്മുടെ പറമ്പും എല്ലാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.